നീലിമ അത് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വി ഡി സതീശനൊക്കെ ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നതിൻ്റെ കാരണം തന്നെ ഇവിടെ ഒരൊറ്റ ജനൻ ടി വിയേ ഉള്ളൂ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ 10 പ്രധാനപ്പെട്ട വാർത്താ ചാനലുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇവരെ ചോദ്യം ചെയ്യുന്ന ഒരേ ഒരു ചാനൽ ജനൻ ടി വിയാണ്. അപ്പോൾ ജനൻ ടി വിയുടെ ലേഖകൻ അവിടെ ചോദിച്ചില്ലെങ്കിൽ ഇവർ പറയുന്നതെല്ലാം അതേപടി വിഴുങ്ങുന്നതാണ് കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾ. അതുകൊണ്ടാണ് സതീശനൊക്കെ ഇങ്ങനെ എന്തും ഇവിടെ വിളിച്ചു പറയാൻ പറ്റുന്നത്. വി ഡി സതീശൻ എല്ലായ്പ്പോഴും പറയുന്നത് മതേതരത്വത്തിൽ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യാതെ. എങ്ങനെയാണ് സതീശന് ഇത് പറയാൻ സാധിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, അവിടെ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകന്മാർ അത് ചോദിക്കുന്നില്ലേ? വി ഡി സതീശൻ്റെ എല്ലായ്പ്പോഴത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? മതേതരത്വത്തിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്തില്ല, കേരളത്തെ വിഭജിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ ചോദിക്കുന്നത്, അവിടെ നിൽക്കുന്ന പത്രക്കാരെന്താണ് തിരിച്ചു ചോദിക്കാത്തത്? വി ഡി സതീശൻ്റെ ജമാഅത്തെ ഇസ്ലാമിയെ പറ്റിയുള്ള നിലപാടെന്താണ്? അതായത് ലോകം മുഴുവൻ ഇസ്ലാമിക ഭീകരവാദത്തിന് അടിത്തറവാകുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ തുടക്കത്തിലുള്ള അതിൻ്റെ ഭരണഘടനയിൽ തന്നെ ഇസ്ലാമിക രാഷ്ട്രമാണ് ഞങ്ങളുടെ സങ്കല്പമെന്നും അള്ളാഹുവിൻ്റെ ദേശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ലെന്ന് പച്ചയ്ക്ക് പറഞ്ഞ ആളാണ് ഈ വി ഡി സതീശൻ. ഈ വി ഡി സതീശൻ ഈ പത്രക്കാരുടെ മുന്നിൽ നിന്നിട്ട് ഞാൻ മതേതരത്വത്തിൻ്റെ അപ്പോസ്തലനാണെന്ന് പറയുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ ജനൻ ടി വി മാത്രമേ അവിടെ ഉള്ളൂ. ഇത് ഉത്തരേന്ത്യയിലോ മറ്റൊരു സംസ്ഥാനത്താണെങ്കിൽ അവിടെ ആമ്പിള്ളാരുണ്ട്, വേറെ ചാനൽ റിപ്പോർട്ടർമാർ ചോദ്യം ചോദിക്കും. കേരളത്തിൽ ഇതൊക്കെ നടക്കും. കേരളത്തിൽ ഇങ്ങനെ വന്ന് അതും ഇതും വിളിച്ചു പറയുകയാണ്. അപ്പോൾ ജനൻ ടി വിയുടെ ആൾ ചോദിച്ചില്ലെങ്കിൽ ബാക്കി ആൾക്കാരെല്ലാം ഇത് കേട്ടിങ്ങനെ കോരിത്തരിച്ച് നിൽക്കുക. സതീശൻ്റെ പ്രസംഗം, പിണറായിയുടെ പ്രസംഗം. അപ്പോൾ ഇത് ഈ സംസ്ഥാനത്തിൻ്റെ ഒരു ശാപമാണ്. ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് വൃത്തിക്ക് ചോദ്യം ചോദിക്കുന്നില്ല. വി ഡി സതീശനോട് എന്തുകൊണ്ടാണ് ഇവർ ചോദിക്കാത്തത്? അതായത് മതേതരത്വത്തിൽ ഞാൻ ഒരു രീതിയിലും വെള്ളം ചേർക്കത്തില്ല, ഞാൻ കേരളത്തെ വിഭജിക്കാൻ അനുവദിക്കത്തില്ല, ഞാൻ മതേതരത്വത്തിൻ്റെ പ്രതീകമാണെന്നൊക്കെ സ്വയം വി ഡി സതീശൻ വിളിച്ചു പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ പറ്റിയുള്ള നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന ചോദ്യം അവിടെ ഉയർന്നിട്ടില്ല. 2, കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ ആളുകൾ വെള്ളാപ്പള്ളി നടേശനെ പറ്റിയും ജി സുകുമാരൻ നായരെ പറ്റി എന്താണ് പറഞ്ഞത്? അപ്പോൾ കൃത്യമായ കലാപത്തിന് അധികാരത്തിലേറുന്നതിന് മുൻപ് തന്നെ ആഹ്വാനം ചെയ്യുകയാണ് ഇസ്ലാമിസ്റ്റുകൾ. അതേപ്പറ്റി ഒന്നും ഒരക്ഷരം മിണ്ടാതെ വി ഡി സതീശൻ ഇരുന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. ഞാൻ പറയുന്നത്, ജനൻ ടി വി അല്ലാതെ മറ്റു മാധ്യമങ്ങൾ ഇത് ചോദ്യം ചെയ്യാത്തതുകൊണ്ടാണ് ഇത്തരം ആളുകൾക്ക് ഇങ്ങനെ നിന്ന് കവലപ്രസംഗം കേരളത്തിൽ നടത്താൻ പറ്റുന്നത്.